തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ശബരിമല യുവതി പ്രവേശനം സത്യവാങ്മൂലത്തിൽ വെല്ലുവിളി നടത്തുന്നവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പുന്നല ശ്രീകുമാർ. ശബരിമല യുവതി പ്രവേശനം സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന്മേൽ വെല്ലുവിളി നടത്തുന്നവർക്ക് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണുള്ളതെന്ന് KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ വ്യക്തമാക്കി. പറവൂരിൽ യൂണിയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശക്തികളെ തിരുത്തുകയാണ് KPMS. കേരളത്തിലെ ഒരു ചെറിയ പ്രസ്ഥാനം തിരുത്തുകയാണ്. എന്തുകൊണ്ടാണ്? ഈ ചെറിയ പ്രസ്ഥാനമാണെങ്കിലും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അത്രത്തോളം നാടിൻ്റെ പൊതുതാൽപര്യങ്ങളാണ്. സാമൂഹികമായ സമത്വത്തിന് വേണ്ടിയിട്ടുള്ള ആശയങ്ങളെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഈ NSSൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റ് സമ്മേളനത്തിൽ NSSൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ഒരു പ്രസംഗമുണ്ട്. ജാതി സംവരണം നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാണ്. മറ്റൊന്ന്, അത് ആരോഗ്യപരമായിട്ടുള്ള ഒരു സമീപനമല്ല. അതുകൊണ്ട് ഇനി ജാതിയുടെ പേരിലുള്ള സംവരണം നിർത്തണം. നിർത്തിയതിനു ശേഷം പറഞ്ഞത് എന്താണ്? ജാതിക്കും മതത്തിനും എല്ലാം അതീതമായി. 2018 സെപ്റ്റംബർ 28 കോടതി വിധിയുമായി ബന്ധപ്പെട്ട് 60-ലധികം പുനർപരിശോധനാ ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ഹർജിക്കാരിൽ ഒരാളായ ക്ഷേത്രതന്ത്രി ഉൾപ്പെട്ട കേസുകളിൽ അന്വേഷണ ഏജൻസിയും കോടതിയും ശബരിമലയിൽ കടുത്ത ആചാരലംഘനം നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടും പ്രതിഷേധവും പ്രസ്താവനയും നടത്താത്തവരുടെ സത്യവാങ്മൂലം വിഷയത്തിലെ വൈകാരികത സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പിൽ മുതലെടുപ്പ് നടത്താനുള്ളതാണ്. പുനർപരിശോധന നടപടികളിൽ സർക്കാർ നിലപാട് തേടേണ്ടത് പുതിയതായി രൂപീകരിക്കപ്പെടുന്ന വിശാല ബെഞ്ചാണ്. കോടതി പ്രാഥമിക നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെയുള്ള വിവാദം വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതല്ല. പ്രായവും ലിംഗവും അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവേശന വിലക്ക്, സമത്വം, ആരാധന സ്വാതന്ത്ര്യം തുടങ്ങിയ ഭരണഘടനാ തത്വങ്ങൾക്ക് എതിരാണെന്ന് കണ്ടെത്തിയാണ് 2018 കോടതി വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളത്. കാലത്തിന്റെ പ്രയാണത്തിലും വിശ്വാസത്തിന്റെ വളർച്ചയിലും ആചാരങ്ങൾക്ക് മാറ്റമുണ്ടാവണം. മനുഷ്യ സമൂഹത്തിന്റെ മുന്നേറ്റ ശ്രമങ്ങൾക്ക് വിഘാതമാകുന്ന അനാചാരങ്ങളെയും യാഥാസ്ഥിതികത്തെയും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ നാട് ഗൗരവമായി കാണേണ്ടതും അതിനുവേണ്ടി നിലകൊള്ളുവാൻ ഒരു പരിഷ്കൃത സമൂഹത്തെ നയിക്കാൻ യോഗ്യരാണോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KPMS മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും നിലപാടുകൾ അതിന് വ്യക്തതയും അടിത്തറയും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ 100-ലധികം സമ്മേളന വേദികൾ മാറണം. അതുപോലെ തന്നെ അതിൻ്റെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തണം. ഒരു സംഘടന എങ്ങനെയാണ് അതിൻ്റെ വളർച്ച നിങ്ങളെങ്ങനെയാണ് കാണിക്കുന്നത്? നമ്മുടെ സമുദായം വളർന്നു, വിദ്യാഭ്യാസപരമായി, സാമൂഹികമായി, സാംസ്കാരികമായി ഒരു ഔന്നിത്യം കൈവരിച്ചു എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിനത് ബോധ്യപ്പെടണമെങ്കിൽ നമുക്കതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയണം. അതിനൊരു ദൃശ്യത ഉണ്ടാകണം. അതുകൊണ്ടാണ് നമ്മുടെ വളർച്ചയെ കൂടിയാണ് ഇതൊക്കെ കാണിക്കുന്നത്. നമ്മുടെ വളർച്ചയെ കൂടിയാണ് നമ്മുടെ സമുദായം എത്രത്തോളം ഒരു സാംസ്കാരികമായി വളർന്നു. യൂണിയൻ സെക്രട്ടറി സുരേഷ് താണിപ്പാടം പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ബിനീഷ് TK കണക്കും അവതരിപ്പിച്ചു. യൂണിയൻ പ്രസിഡന്റ് VC തമ്പി അധ്യക്ഷത വഹിച്ചു. അഖിൽ K ദാമോദരൻ, രമപ്രതാപൻ, TA വേണു, പുരുഷോത്തമൻ KK, ബിന്ദു ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ.